Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാമിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാണ്. കാരണം അവിടെ നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. റെഗുലർ സ്റ്റുഡൻസിന് ഓൾറെഡി സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അവരുടെ കോളേജില്. ബട്ട് SDE സ്റ്റുഡൻസ് അവരിതിനെ പറ്റിയിട്ട് ഇതുവരെയായിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പേപ്പേഴ്സൊക്കെ അറിയേണ്ടായിരിക്കും. ബട്ട് സിലബസോ ദെൻ ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയലും പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ദെൻ കോണ്ടാക്ട് ക്ലാസ് ഒക്കെ എക്സാമിന്റെ ഏറ്റവും അവസാന സമയത്താണ് അവർക്ക് കിട്ടാറ്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് തിയറി പേപ്പേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രശ്നങ്ങളില്ല ശരിക്കും. നേരെ മറിച്ച് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നിങ്ങൾ തേർഡ് സെമസ്റ്ററിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മെയിൻ പേപ്പേഴ്സ് ആണ്. എല്ലാ സെമസ്റ്ററിലും മിനിമം 2 പ്രോബ്ലം പേപ്പേഴ്സ് വെച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് നിങ്ങൾക്ക് ചെറിയൊരു സാവകാശം, 3 ലാംഗ്വേജും 2 മെയിൻ മാത്രമാണ് വരുന്നത്. തേർഡ് സെമസ്റ്റർ മുതൽ മുഴുവൻ മെയിൻ പേപ്പേഴ്സ് ആണ്. അതിൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പ്രോബ്ലം പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബികോം BBA സ്റ്റുഡൻസിന്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ്, ഏത് ബുക്ക് മേടിച്ച് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. സെക്കൻഡ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആദ്യം ബികോമിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ബികോം സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് 5 സബ്ജക്ട്സ് പഠിക്കാനുള്ളതിൽ 3 ലാംഗ്വേജ്, 2 ഇംഗ്ലീഷ് പേപ്പേഴ്സ് ഫസ്റ്റ് സെമസ്റ്ററിലത്തെ പോലെ തന്നെ. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഏതാണെങ്കിൽ. ദെൻ 2 മെയിൻ പേപ്പേഴ്സ് വരുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാർക്കറ്റിംഗ് മാനേജ്മെന്റും. ഇതാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ബികോമിലെ ലാംഗ്വേജ് പേപ്പർ വരുന്നത് റീഡിങ്സ് ഫ്രം ദി ഫ്രിഞ്ചസ്, ആദ്യത്തെ ഒരെണ്ണം. രണ്ടാമത് റീഡിങ്സ് ഓൺ കേരള, ഇതാണ് 2 ഇംഗ്ലീഷ് പേപ്പേഴ്സ്. ദെൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ്, മലയാള സാഹിത്യ പഠനം പാർട്ട് 2. ദെൻ മെയിൻ പേപ്പേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റ് കോഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് പിന്നെ നമുക്ക് പാർട്ട് ഓഫ് കോഴ്സ് മാത്രമാണ്. എക്സാം എന്ന് പറയുന്ന മാർക്ക് അങ്ങനത്തെ പരിപാടികളില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മെയിൻ പേപ്പേഴ്സ് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഈ 2 പേപ്പേഴ്സാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ. സോ നമുക്കൊരു ആദ്യത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലാംഗ്വേജ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എടുക്കാത്തതാണ്. ഞാൻ മെയിൻ പേപ്പേഴ്സാണ് എടുക്കുന്നത്. ലാംഗ്വേജിന് നമുക്ക് വേറെ ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എന്തായാലും മെയിൻ പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെയും സിലബസ് ഒന്ന് പറയാം. ദെൻ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് എന്നുള്ളതും കൂടിയും പറയാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് ഇതാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ CBSE പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിൽ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും. CBSE പഠിക്കാത്തവരാണെങ്കിൽ അവർക്ക് പലതും പുതിയതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ആദ്യത്തെ മൊഡ്യൂൾ പഠിക്കാനുള്ളത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്, സിംഗിൾ എൻട്രി സിസ്റ്റം. +1 അത് CBSEയും സ്റ്റേറ്റ് സിലബസും 2 പേരും പഠിച്ചിട്ടുള്ളതായിരിക്കും. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്കൻഡ് സെമസ്റ്ററിലുള്ളതിനെ നമുക്ക് 2 പാർട്ടാക്കി മാറ്റാം. ഒരെണ്ണം സിംഗിൾ എൻട്രിയുടെ, ബാക്കിയുള്ളതൊക്കെ കമ്പനി അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളാണ്. ഡെപ്തിൽ ഓരോ മൊഡ്യൂൾ വീതം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം അതൊരു ഓഡ് വണ്ണാണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രോബ്ലംസ് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, അതുപോലെ തന്നെ കൺവേർഷൻ മെത്തേഡ്. ഈ 2 മെത്തേഡിൻ്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള പ്രോബ്ലംസ് തന്നെ. ഓക്കെ, അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ മെയിൻ പ്രോബ്ലംസ് ആണ് സിംഗിൾ എൻട്രിയിൽ, essay വരാറുള്ളതാണ്.
അതാണ് മൊഡ്യൂൾ നമ്പർ 1. മൊഡ്യൂൾ നമ്പർ 2 പോണ സമയത്ത് ഇനി മൊഡ്യൂൾ നമ്പർ 2 മുതലുള്ളതൊക്കെ കമ്പനി അക്കൗണ്ട്സ്. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ കമ്പനി അക്കൗണ്ട്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അത് എന്താണ് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിലബസ് പ്രകാരം അവർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ CBSE പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പിന്നെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കമ്പനി അക്കൗണ്ട്സിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 2. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഡെപ്തിൽ പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ജേണൽ എൻട്രി, മറ്റ് ഡീറ്റെയിൽസൊക്കെ, ഷെയർ ഇഷ്യൂ, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ, അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, പ്രീമിയം, പ്രോറാറ്റ അലോട്ട്മെൻറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, മൊത്തം കാര്യങ്ങൾ, പ്രാക്ടിക്കൽ, ഏറ്റവും വലിയ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, essay മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ്. തീരെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ദെൻ പിന്നെ വരുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചർ ഷെയർ പഠിച്ചാൽ ഡിബഞ്ചർ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നു. ദെൻ മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത് IFRS ആണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ IFRS എന്താണ്, നമുക്ക് ഓൾറെഡി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കൺവേർജൻസ് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള. തിയറി ഉണ്ട്, നമുക്ക് അതിൻ്റെ പ്രോബ്ലംസും പഠിക്കാനുണ്ട്. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. പുതിയ രീതിയിലുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, അതും നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂളാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ആദ്യത്തെ മൊഡ്യൂൾ മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം, നമ്മൾ +1 പഠിച്ചിട്ടുള്ള ബേസിക് കാര്യം. ബാക്കിയൊക്കെ കമ്പനി അക്കൗണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഒരുപാട് കവർ ചെയ്യാനുണ്ട്. നമ്മൾ നല്ലോണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്കത് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ അതിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇനി പിന്നെ വരുന്നത് തിയറി പേപ്പറാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പേപ്പറും കൂടിയാണ്. തിയറിയാണ് വരുന്നത്. അതിൽ സിലബസിലോട്ട് പോകുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ, കൺസ്യൂമർ ബിഹേവിയർ, സെഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 1. ദെൻ മൊഡ്യൂൾ നമ്പർ 2 പോകുന്ന സമയത്ത് എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എന്താണ് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിള്, ദെൻ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പിന്നെ മൊഡ്യൂൾ നമ്പർ 2 നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥാപനം ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ പ്രോഡക്റ്റിനെ എന്ത് ശ്രദ്ധിക്കണം, അതിൻ്റെ പ്രൈസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദെൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 3. ദെൻ അത് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് പ്രൊമോഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് മൊഡ്യൂൾ നമ്പർ 4. ലാസ്റ്റ് ഏറ്റവും ടെക്നോളജി, ഇ-കോമേഴ്സ്, അതല്ലേ നമ്മളിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ, അതിൻ്റെ കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 5 പഠിക്കാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തിയറി വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും നല്ല രീതിയിൽ പഠിക്കാനുള്ള പേപ്പേഴ്സാണ്. അക്കൗണ്ടിങ് ഇപ്പം തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കണം. ഇതാണ് BComൻ്റെ കാര്യം. ഇനി BBAയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ലാംഗ്വേജ് എന്ന് പറയണത് നേരത്തെ പറഞ്ഞ തന്നെ കോമൺ ആണ് BCom BBAക്ക്. ദെൻ എന്താണ് മെയിൻ പേപ്പേഴ്സ് അക്കൗണ്ടിങ്ങും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും തന്നെ. അതിൽ അക്കൗണ്ടിങ് പേപ്പറിൽ സിലബസിലോട്ട് വരുമ്പോൾ BBAക്കാർക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് എന്താണ് നമ്മൾ +1 പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ് മെയിനായിട്ട് ആദ്യത്തെ വരുന്നത്. നോക്കിയേ, BBAയുടെ സിലബസിലോട്ട് പോകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സും കാര്യങ്ങളും, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ വരെ, ദെൻ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ഹയർ പർച്ചേസ് മറ്റൊരു മൊഡ്യൂള്, ബ്രാഞ്ച് മറ്റൊരു മൊഡ്യൂള്, പിന്നെ ഷെയർ ഇഷ്യൂ നമ്മൾ BComൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ ഷെയറും ഡിബഞ്ചറും അതിൽ നിന്ന് മറ്റൊരു ഏരിയ. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്. ദെൻ അവിടെയും നമുക്ക് ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നേരത്തെ എന്താണ് നമ്മൾ BComനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വെച്ചിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ, ബേസിക്സ്, പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ് നേരത്തെ പറഞ്ഞേക്കുന്നതാണ് ഇതിലും വരുന്നത്. BCom BBA പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ മറ്റേ ഇ-കോമേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ചാപ്റ്റേഴ്സ് ഷഫിൾ ചെയ്തിട്ടിരിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ BCom BBAയുടെ 2 മെയിൻ പേപ്പേഴ്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത് കോമൺ ആണ്.
ഇത്രയാണ് പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്യില്ല. കാരണം സ്റ്റഡി മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള കുറവായിരിക്കും. സോ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ BCom BBA സ്റ്റുഡൻസ് 2 പേരാണെങ്കിലും മേടിച്ച് പഠിക്കുക. അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അതിലത്തെ പ്രോബ്ലംസ് തന്നെ വരാറുണ്ട്. അത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനാണെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനാണെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. വിനോദിൻ്റെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാർക്കറ്റിംഗ് ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. അതാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞു സ്റ്റഡി മെറ്റീരിയൽ എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. അപ്പോൾ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ ബുക്സ് മേടിച്ച് പഠനം ആരംഭിക്കുക. ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങളുടെ കംഫർട്ടബിളായിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക കേട്ടോ. ബിക്കോസ് അധികം സമയം ഉണ്ടാവില്ല. ക്വിക്കായിട്ട് പ്രാവശ്യത്തെ എക്സാംസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററൊന്നും ഇത്ര നേരത്തെ കഴിയേണ്ടതല്ല. ഇത് ഇപ്രാവശ്യം വേഗം നടന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് എക്സാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 6th ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ 4th 2nd ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ ടൈം എടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കാൻ പറഞ്ഞത്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്ജക്ട് ഡീറ്റെയിൽസ്, സിലബസ് ഡീറ്റെയിൽസ്, ഏത് ടെക്സ്റ്റ് മേടിക്കണം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ചെയ്ത പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എക്സാമിൻ്റെ സമയത്ത് പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഞാൻ നൽകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം. എൻറ്റയർ സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.